നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കോഴ്സ് അത് ചിലപ്പോൾ ഒരു ഡിഗ്രി ആവാം, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആവാം, 6 മാസം കൊണ്ട് ജോലി തരുന്ന ഒരു കോഴ്സ് ആവാം, എന്തും ആവട്ടെ. ആ കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാന്നിരിക്കട്ടെ, ആ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം, എന്താവും എൻ്റെ ഭാവി എന്നുള്ളത്. ഭാവിയെ കുറിച്ച് നമുക്ക് ഒരുപാട് ടെൻഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഭാവി എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വലിയ ടെൻഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മികച്ച അവസരം, വെറുതെ ഒരു അവസരം ഉണ്ടെന്ന് പറയല്ല, അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ അവസരത്തിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ഒരു ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ചെറിയ സാലറിയിൽ ഒരു ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആവാം, ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ പാരൻസോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആവാം. ആരായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉറപ്പായിട്ടും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് എന്റെ ഭാവി? ഇത് ചോദിക്കുന്ന ആരാ? ഇത് ചോദിക്കുന്നത് ഒന്നെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ കേരളത്തിലുള്ള ഒരു സാധാരണ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ. ഈ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വലിയൊരു മാറ്റം നിലവിൽ കേരളത്തിലുണ്ട്. പലരും ഡിഗ്രിക്ക് പോകാൻ തയ്യാറല്ല, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം, പെട്ടെന്നൊരു ജോലി നേടണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇനി വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലിയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായ ഒരു സാലറി കിട്ടുന്നില്ല. ഈ സാലറി വെച്ചിട്ട്, തുച്ഛമായ ഒരു സാലറി വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം ഈ കാലത്തുള്ള സാധനങ്ങളുടെ വില ഇൻക്രീസ് ആവുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെടുന്ന എന്നാൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളും നമ്മളെ ചുറ്റിനും ഒരുപാടുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ പ്രത്യേകിച്ച് യാതൊരു സ്കില്ലില്ല, അതായത് സ്കിൽഡ് ആയിട്ടുള്ള ഒന്നും പഠിച്ചിട്ടില്ലാത്ത, ജസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള ഡിഗ്രികൾ മാത്രം പഠിച്ച് പുറത്ത് നിൽക്കുന്ന തൊഴിലില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ട്. ഇവരാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടുമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. അനി എന്താണ് ഇവരെ മുന്നിൽ കാണുന്ന പ്രതീക്ഷിക്കുന്ന ഭാവി എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് PG ആണ്. ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു PGക്ക് പോവുക. ഇന്ന് അതിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. പണ്ടായിരുന്നു എല്ലാവരും PGക്ക് പോകുന്നത്, ഇന്ന് അതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു PGക്ക് പോയി കഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ജോലി സാധ്യതയാണ് ഉള്ളതെന്നാണ്. തീർച്ചയായിട്ടും ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റെന്ത് സാധ്യതയുണ്ട്? നമുക്ക് എന്തെങ്കിലും പഠിച്ചേക്കാം, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പല ആളുകളും PGക്ക് പോകുന്നത്. അത് വലിയൊരു മണ്ടത്തരമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളൊരു കരിയറാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വേണം പഠിക്കാൻ. അപ്പൊ PG എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. PSC കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവസരങ്ങൾ വളരെ കുറവാണ്, പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ PSCനെ ഞാനൊരു ജോലി അവസരമായി കാണുന്നില്ല. ജോലി കിട്ടുന്ന ആളുകളുണ്ട്, പക്ഷേ ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കമന്റിൽ പറഞ്ഞാൽ മതി. ഇനി പിന്നീടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു UK-യും കാനഡയും അതുപോലെ തന്നെ അബ്രോഡ് പോകാന്നുള്ളത്. അതും ഇപ്പൊ പയ്യെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള പരമാവധി ആളുകൾ അവിടെ എത്തി, ആ ഒരു ട്രെൻഡ് അവസാനിച്ചു. ഇനി അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് വലിയ കഷ്ടപ്പാടുകളാണ് നേരിടേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മളൊരു പുതിയ അവസരം കൊണ്ടുവരുന്നത്. പുതിയ അവസരമൊന്നുമല്ല, നിങ്ങൾക്കറിയാം, SSC റെയിൽവേ എന്ന് കേൾക്കുമ്പോഴേക്കും പലരും പെട്ടെന്ന് നെറ്റി ചുളിക്കും. കാരണം അവർക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. നിങ്ങളും ചിലപ്പോൾ SSC റെയിൽവേനെ പറ്റിയാണ് പറയുന്നത്, വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് SSCക്കും റെയിൽവേക്കുള്ള പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, പല ആളുകളും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു പോസിറ്റീവ് കാര്യമല്ലേ? ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ അത്തരം ആളുകൾ ഒഴിവാക്കപ്പെടുകയും ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തുകൊണ്ട് SSC റെയിൽവേ നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഞാൻ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്നാമതാണ് റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ റെഗുലാരിറ്റി. നിങ്ങൾ SSCന്റെ കലണ്ടർ എടുത്ത് നോക്കുക, എല്ലാ വർഷവും SSC പരീക്ഷകൾ നടത്തും. ഒരു മിനിറ്റ്, എന്താണ് SSC എന്ന് അറിയാത്ത ആളുകളുണ്ട് അല്ലെ?
SSC എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ, നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി നടക്കുന്ന പരീക്ഷയാണ്. പരീക്ഷയല്ല, പരീക്ഷ നടത്തുന്ന ബോർഡാണ് SSC. ആ SSC ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, കസ്റ്റംസ് എന്ന് കേട്ടിട്ടുണ്ടാവും, CBI എന്ന് കേട്ടിട്ടുണ്ടാവും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ GST എന്ന് കേട്ടിട്ടുണ്ടാവും. ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ, ഈവൻ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് SSC ആണ്. ഇതിനു വേണ്ടിയുള്ള പരീക്ഷകൾ റെഗുലറായി എല്ലാ വർഷവും കൃത്യമായി അവർ പറയുന്ന സമയത്ത് നടക്കാറുണ്ട്. പരീക്ഷകൾ മാത്രമാണോ അവിടെ നടക്കുന്നത്? അല്ല, കൃത്യമായി റിസൾട്ട് വരുന്നുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കുന്നുമുണ്ട്. റെഗുലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എല്ലാ വർഷവും കൃത്യമായ ഒരു വേക്കൻസി ഉണ്ട്. വളരെ കുറഞ്ഞു പോകുന്ന ഒരു വേക്കൻസി അല്ല. നിങ്ങൾക്ക് കൃത്യമായ അവസരങ്ങൾ എല്ലാ വർഷവും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുമ്പാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ SSCക്ക് മാത്രമായിരുന്നു അവസരങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങോട്ട് എല്ലാ വർഷവും റെയിൽവേയും പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ സത്യത്തിൽ എന്തായിട്ടുണ്ട്? ഇരട്ടിച്ചിട്ടുണ്ട്. വേക്കൻസി ഇരട്ടിയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പേ സ്കെയിലും. നമ്മളെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. സാലറി മാത്രമാണോ? അല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരു വലിയ റെപ്യൂട്ടേഷനും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അവിടെ മറ്റൊരു കാര്യമുള്ളത് ഡിഫൈൻഡ് സിലബസ് ആണ്. ഈ PSC ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, വാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. എത്ര പഠിച്ചാലും തീരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ SSCയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. SSCക്ക് ഡിഫൈൻഡ് ആയിട്ടൊരു സിലബസ് ഉണ്ട്. നിങ്ങൾ ഇതിലുള്ളത് പഠിക്കുന്ന പറയുന്നത്, പക്ഷെ അതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിനാണ് SSCയിൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സമയം കൃത്യമായി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ SSCയിൽ നിങ്ങൾക്കൊരു അവസരം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അവിടെ ഞാൻ കോമ്പറ്റീഷൻ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കോമ്പറ്റീഷൻ ഇല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ SSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് CGL എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഇൻകം ടാക്സിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ CGL പരീക്ഷ എഴുതണം. ഈ ഒരു പരീക്ഷയ്ക്ക്, CGL പരീക്ഷയ്ക്ക് 30 ലക്ഷത്തിനടുത്ത ആളുകളാണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആലോചിക്കേണ്ടത് 120 കോടി 130 കോടി ആളുകളുള്ള ഇന്ത്യയിൽ 30 ലക്ഷത്തോളം ആളുകളാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിൽ ഒരുപാട് ആളുകൾ എഴുതാതെ പോകുന്നവരുണ്ട്, വെറുതെ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഈ അപ്ലൈ ചെയ്യുന്നതിൽ ആദ്യത്തെ ലെവലിൽ ക്വാളിഫൈ ചെയ്യുന്നത് 1 ലക്ഷത്തിനടുത്ത് ആളുകൾ മാത്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസിന്റെ എണ്ണം വളരെ കുറവാണെന്ന് അർത്ഥം. 2 ലക്ഷത്തിൽ താഴെ മാത്രം ആളുകളാണ് ഈ പരീക്ഷയൊക്കെ സീരിയസ് ആയി കാണുന്നത്. ഈ 2 ലക്ഷത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഒരു പരീക്ഷയ്ക്ക് മാത്രം ചിലപ്പോൾ 15,000 വേക്കൻസി ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷകൾ ഓരോ വർഷവും നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കലണ്ടർ ഇയറിൽ നമുക്ക് 10ഓളം പരീക്ഷകൾ എഴുതാൻ അവസരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ കുറവാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ ധൈര്യത്തോടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ അവസരം തന്നെയാണ് SSCയും റെയിൽവേയും മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇത് പഠിക്കേണ്ടത് വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇതിൽ നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണെങ്കിൽ, ഒരു ഡിഗ്രി സ്റ്റുഡന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യരുത്? SSCയിലേക്ക് വരണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പരീക്ഷകൾ എഴുതാൻ വേണ്ടി കഴിയുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ശനിയും ഞായറും ഒക്കെ അവധി ദിവസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അവധി ദിവസങ്ങൾ ഉണ്ടാവും. നിങ്ങളെ പോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു സർക്കാർ ജോലി ഉടൻ തന്നെ വേണം, ഡിഗ്രി പാസ് ആകുമ്പോഴേക്കും ഒരു സർക്കാർ ജോലിയും കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന 1-2 ആളുകളെയും കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. എത്രത്തോളം അത് പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം അത് പോസിബിൾ ആണ്. ഇനി മറ്റവസരങ്ങൾ എന്തൊക്കെയാ? വീക്കെൻഡിൽ ക്ലാസ്സുകളുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. വീക്കെൻഡിലെ ക്ലാസ്സുകൾ തപ്പി കണ്ടുപിടിച്ച് അതിനു വേണ്ടി അവിടെ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്. ഒരു ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചാലും പ്രശ്നമില്ല. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് കേരളത്തിൽ അവൈലബിൾ ആണ്, ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് തോന്നുന്നത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളാകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ ചെന്നിരുന്ന് പഠിക്കണം എന്നുള്ളൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ കേൾക്കാം. പക്ഷേ അവിടെ വെറുതെ പർച്ചേസ് ചെയ്ത് ഇടുക എന്നുള്ളതല്ല, ക്ലാസ്സുകൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇനി നിങ്ങളൊരു വർക്കിംഗ് ആസ്പിരന്റ് ആണ്, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രഷർ ഉണ്ടാവും, വർക്ക് പ്രഷർ ഉണ്ടാവും. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഡിഗ്രി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫസ്റ്റ് ഇയറിലാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് 3 വർഷം സമാധാനമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
അത് വലിയൊരു പോസിറ്റീവ് സൈഡാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം 3 വർഷമുണ്ട്, 3 വർഷം കൊണ്ട് സമാധാനമായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ നിങ്ങളൊരു വർക്കിംഗ് ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സമയത്തിന്റെ പ്രശ്നം ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്കിന്റെ പ്രഷറും ഉണ്ടാവും. ഈ വർക്ക് പ്രഷറിനെ മാനേജ് ചെയ്തിട്ട് കൃത്യമായി പഠിക്കാൻ വേണ്ടി കഴിയണം. അവിടെ ഓൺലൈൻ ക്ലാസ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് എവിടെയെങ്കിലും പോയി അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റർഷിപ്പിൽ കൃത്യമായി പഠിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പരിചയത്തിൽ SSC പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവണം, അയാളെ കൂടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാലും മതി. പക്ഷെ അതിനുള്ള മനസ്സ് കാണിക്കണം. ഓരോ ദിവസവും നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രഷറിൽ പണിയെടുക്കുമ്പോഴും നിങ്ങളെ ആഗ്രഹം എന്നുള്ളത് ഇന്ന് വൈകിട്ട് പോയിട്ട് ഇത് പഠിക്കണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇവിടെ ഒരു അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഞാൻ അവസാനം എഴുതിയുള്ള പ്രോപ്പർ പ്രാക്ടീസ് എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഹെൽപ്പ് കിട്ടുമോ അവിടെ നിന്നുള്ള ഹെൽപ്പൊക്കെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങൾ, ഈ വർക്കിംഗ് ആസ്പിരൻസിനെയും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ദിശ അക്കാദമി ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ സൺഡേ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിനായിട്ടും പ്രധാനമായിട്ടും നമ്മൾ കോഴിക്കോട് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ദിശ അക്കാദമി കോഴിക്കോട് നമ്മൾ ദിശ സൺഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. സൺഡേ ബാച്ച് SSCക്ക് വേണ്ടിയിട്ടും റെയിൽവേക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഈ പറഞ്ഞ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സൺഡേസിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. അത് വളരെ ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈവൻ കാൽക്കുലേഷൻസിൽ നിന്ന് വരെ നിങ്ങൾക്ക് ചിലപ്പം കുറെ നാളായിട്ട് മാത്സ് തൊടാത്ത ആളുകളായിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, മാത്സ് റെഡിയാക്കാൻ പറ്റുമോ? അതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സസ് പോകുന്നുണ്ടാവുക. ബേസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ ബുക്സ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും. കൃത്യമായി എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരികയും ചെയ്യും. ബുക്സ് കൃത്യം നിങ്ങൾക്ക് തരും. 3 ബുക്സാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെതായിട്ടും തരിക. അതുപോലെ തന്നെ മെറ്റീരിയൽസും ഉണ്ടാവും. ഈ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞായറാഴ്ചകളിൽ ക്ലാസ്സിലിരിക്കുക, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചെറിയൊരു സമയം കിട്ടുമ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ആക്സസും കൂടെ തരും. അതായത് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ ഒന്നും കൂടെ കാണണം, ആ ടോപ്പിക് ഒന്നും കൂടെ പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സും കൂടെ തരും. അതായത് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ വീക്കെൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സും കൂടെ അതിന്റെ ഭാഗമായിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും, അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഒന്നും ഇവിടെ വരാൻ പറ്റില്ലല്ലോ. ആകെ നമ്മൾ സൺഡേയിൽ മാത്രമാണ് ക്ലാസ്സസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരികയാണെങ്കിൽ എടുത്ത് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കോഴ്സും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ജോലിയൊന്നും ഇല്ലാതെ മുഴുവൻ സമയവും SSCക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവര് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തത്, നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കണം. അത് ഒരു അക്കാദമി ആവണം, നിങ്ങളൊരു സ്ഥലത്ത് പോയി പഠിക്കണം, അങ്ങനെയൊന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങളെ ബ്രദർ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളായിരിക്കാം, പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കണം. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ്സ് കിട്ടണം. ബേസിക് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് കൺസെപ്റ്റ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ സപ്പോർട്ട് സിസ്റ്റം ആണ് നിങ്ങൾക്ക് സിലബസ് എന്താണെന്ന് പറഞ്ഞു തരാൻ. അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മോട്ടിവേഷൻ ആണ്. നമ്മൾ ഒരു മാസം പഠിക്കും, അടുത്ത മാസം നമ്മൾ തളരും. അങ്ങനെ തളരുന്ന സമയത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഉള്ളത്, പ്രാക്ടീസ് ചെയ്യാൻ കൃത്യമായ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ ഇന്റർവെൽസിലും എക്സാംസ് എഴുതണം. ഇന്റർവെല് ഓരോ സമയം ഇടവിട്ട് പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ അതേ റെപ്ലിക്കയാണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയും. ഇനി ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് കൺസിസ്റ്റൻസിയാണ്. റെഗുലാരിറ്റി കീപ്പ് ചെയ്യണം. കൃത്യമായി പഠിക്കാൻ തയ്യാറാവണം. ഇത് എല്ലാ ദിവസവും, നിങ്ങൾ എല്ലാ ദിവസവും ഫ്രീ ആണെങ്കിൽ എല്ലാ ദിവസവും പഠിക്കാൻ തയ്യാറാവണം. മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ടിരിക്കുക. ഇപ്പോ ഇത് പഠിച്ച് പകുതിയാകുമ്പോൾ വേണമെങ്കിൽ കാനഡയ്ക്ക് പോകാം, അങ്ങനെയല്ല. എനിക്കിത് പഠിക്കണം,
ഇത് പഠിച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ, എന്നുള്ള ഒരു കോൺഫിഡൻസിൽ, എന്നുള്ള ഒരു കൺസിസ്റ്റൻസി മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയണം. ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. SSC റെയിൽവേ പഠിച്ച് അല്ലെങ്കിൽ SSC പഠിച്ച് ഒരു 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 4 വർഷമായി നിൽക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അവരോട് നിങ്ങളൊന്ന് ചോദിക്കുക. അപ്പൊ അവർ പറയും, എന്റെ കൂടെയുള്ള മിക്ക ആളുകളും എന്തായി ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അവർ കൃത്യമായി നിങ്ങളോട് പറയും. ഇതിന്റെ കാരണം എന്താ? കാരണം നിങ്ങൾക്ക് ഒരു സിലബസ് എന്താണെന്ന് പ്രോപ്പറായി മനസ്സിലായി, കണ്ടന്റ് എന്താണെന്ന് പ്രോപ്പറായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ എഴുതി നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അവിടെ നിങ്ങൾ ആ ഒരു പോയിന്റ് വരെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് SSC റെയിൽവേ എന്നുള്ളത് ഞാൻ ഇപ്പോഴേ പറയാണ്. അപ്പൊ ഇനിയും എന്ത് ചെയ്യാണ്ടിരിക്കുക, ഒന്ന് ചിന്തിച്ച് നിൽക്കാണ്ടിരിക്കുക, നേരെ പഠിച്ചു തുടങ്ങുക. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നാളെ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് കയറാനുള്ളതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.